BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കണ്ടിരിക്കൽ ജ്വല്ലറി, മെയിൻ റോഡ്, തൊടുപുഴ. നിങ്ങളുടെ സ്വർണ്ണ സങ്കല്പങ്ങളെ എന്നും യാഥാർത്ഥ്യമാക്കുന്നു. 925 പരിശുദ്ധിയുള്ള വെള്ളി ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. കണ്ടിരിക്കൽ സിൽവർ മാർക്കറ്റ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. ഇപ്പോൾ ഇതാ തൊടുപുഴയിൽ 200 രൂപയുടെ മഹാമേള. ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഏറ്റവും പുതിയ ഡിസൈനർ കുർത്തികളുടെ വൻ ശേഖരവുമായി ശില്പ ഡിസൈൻസ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ നടക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സ്കൂൾ കലോത്സവം കേന്ദ്ര മാനവശേഷി വിഭവ വകുപ്പ് മന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CIT നേതൃത്വത്തിൽ വഴിയോര കച്ചവടക്കാർ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. റേഷൻ വിതരണം മുടക്കിയ കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് LDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. ജില്ലാ കൺവീനർ KK ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സഹകാരികൾ ജനുവരി 18 നടത്തുന്ന രാജ്ഭവൻ മാർച്ചിൽ ജില്ലയിൽ നിന്നും 1000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വെള്ളിയാമറ്റത്ത് ഒപ്പുശേഖരണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് AM ദേവസ്യ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. ജനുവരി 13 മുതൽ 15 വരെ തൊടുപുഴയിൽ നടക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സ്കൂൾ കലോത്സവം സാരംഗി 2017 ഉദ്ഘാടനം കേന്ദ്ര മാനവശേഷി വിഭവ വകുപ്പ് മന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ നിർവഹിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി ജില്ലാ കലോത്സവങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയ 3000-ഓളം കലാപ്രതിഭകളാണ് 3 ദിവസങ്ങളായി നടക്കുന്ന ഈ കലാമേളയിൽ മാറ്റൊരുക്കുന്നത്. आदि शंकराचार्य पवित्र जन्मभूमि अत्र कालड़ी परिसरे एंड पवित्र केरल मम निवास स्थान मां गंगे तट पवित्र काशी तीर्थ स्थान. प्राचीन काले शंकराचार्य धर्म यात्रायां अनेक पवित्र धर्म संव्यक्त तत् सर्वत्र सृष्टि मध्ये अवस्थित तदैव स्थाने अहम आगच्छ एकदेव सर्वप्रथम पवित्र शंकराचार्य भूमि केरलम नमस्कारं करोमि. द्वितीय तत्काशी वर्तमान सांसद मेंबर पार्लियामेंट श्री नरेंद्र दामोदर दास मोदी महानुभाव सर्वजनाय अत्यंत प्रियम प्रधानमंत्री अवस्थित अहम त्वं समुपस्थित जनाम नरेंद्र मोदी महानुभावेन नमस्कारं त्वं सर्वयो एनिक्को अरियल्ला अतित्वं ज्ञान राष्ट्रभाषायां संसारिकां कृपया अनुमतिं भवान्.
then I speak in Hindi. Okay? BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. മത്സരങ്ങളുടെ ഉദ്ഘാടനം സിനിമാ താരം മീനാക്ഷി നിർവഹിച്ചു. അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് MP, PJ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ സഫിയ ജബാർ, വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 13ാമത് സംസ്ഥാന കലോത്സവത്തിന്റെ വേദിയിലെ 13 ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സ്കൂൾ കലോത്സവം സാരംഗി 2017 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്ര നടന്നു. വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. നൃത്തങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും കർണാനന്ദകരമായ താളമേളങ്ങളുടെയും എല്ലാം അകമ്പടിയോടുകൂടിയുള്ള വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഭാരതീയ വിദ്യാനികേതൻ 13ാമത് സംസ്ഥാന കലോത്സവത്തിന്റെ മുന്നോടിയായി നടത്തപ്പെടുന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര ചരിത്രമുറങ്ങുന്ന തൊടുപുഴ പട്ടണത്തെ തഴുകി തലോടി ഉണർത്തി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര കടന്നു വരികയാണ്. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ ഈ സാംസ്കാരിക ഘോഷയാത്ര എത്തിച്ചേരുമ്പോൾ ഭാരതീയ വിദ്യാനികേതൻ 13ാമത് സംസ്ഥാന കലോത്സവം സാരംഗി 2017 ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ ഉദ്ഘാടനം ചെയ്യുകയാണ്. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കാളികളാകുവാൻ ദേശസ്നേഹികളെയും ഭാരതീയ മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്ര ഈ സാംസ്കാരിക ഘോഷയാത്ര എത്തിച്ചേരുമ്പോൾ ഭാരതീയ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുരയുടെ പാൽക്കാൽച്ചൽ കർമ്മവും കലവറ നിറയ്ക്കലും നടന്നു. ഫുഡ് കമ്മിറ്റി ചെയർമാൻ PR ഹരിദാസ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൺവീനർ N അനിൽ ബാബു, വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി AG രാധാകൃഷ്ണൻ, ജനറൽ കൺവീനർ MN ഹരിദാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിജയകരമായിട്ടുള്ള നടത്തിപ്പിന് മുഖ്യമായിട്ടും നമ്മുടെ ഈ പാചകത്തിൻ്റെതായിട്ടുള്ള ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഈ അക്ഷയ കാറ്ററിംഗ് സെന്റർ ഉടമയായിട്ടുള്ള ശ്രീ അവർകളാണ് ഇതിന്റെ മുഖ്യ പാചകം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ സഹായികളായിട്ടുള്ള 10-30 പേരോളം ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഇതിന്റെ ചെയർമാൻ, കൺവീനർ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇന്ന് ഇതിന്റെ അടുപ്പ് പാലുകാച്ച ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വരും ദിവസം ഇതിന്റെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം സമർത്ഥമായിട്ട് ഇവിടെ പാചകം ചെയ്യുന്ന രാജനവറുകളെ പ്രത്യേകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഈ മംഗളകർമ്മം വിജയകരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ. അക്ഷയ കാറ്ററിംഗ് ഉടമ രാജനും സംഘമാണ് പാചകപ്പുരയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.
പാചകപ്പുരയിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും ഇടുക്കി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികൾ വീടുകളിൽ നിന്നും ശേഖരിച്ചവയാണ്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം നിർത്തണമെന്നും വഴിയോര കച്ചവടക്കാരെ തൊഴിൽ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് CITU നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുനിസിപ്പൽ ഭരണസമിതി നീതി പാലിക്കുക. വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുക. മാർച്ച് സംസ്ഥാന സെക്രട്ടറി VR ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി AL ഷാജി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ, വൈസ് പ്രസിഡന്റ് ജോസ് ജേക്കബ്, യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AS ജാഫർ ഖാൻ, സാജു ജോർജ്, അൻസിൽ, സിജോ ജോർജ്, ജാക്സൺ കുന്നുംപുറം എന്നിവർ നേതൃത്വം നൽകി. അത് ആവശ്യപ്പെടുന്നത് ഒരു അപേക്ഷ എന്നുള്ള നിലയ്ക്കല്ല, ആധികാരികമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ തെറ്റായ നടപടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറണം. നിയമപരമായും അല്ലാതെയും നടത്താൻ ഈ ഫെഡറേഷൻ തയ്യാറാവും എന്നുള്ള കാര്യം ഈ സമരത്തിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ നേരത്തെ അഫർഖാൻ പറഞ്ഞതുപോലെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയോട് ഒരു ഔദാര്യത്തിന്റെ ഭാഷയിലല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നിയമം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇവിടെ ഇപ്പോ നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനം ഏർപ്പെടുന്നു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതീകാത്മക ATM-ന് റീത്ത് സമർപ്പിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ മൂലമുണ്ടായ പ്രതിസന്ധികളും ATM-കളിൽ പണമില്ലാത്തതും പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് സുബൈർ KS ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷിബു പുത്തൂരാൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ സെക്രട്ടറി നസിയ ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. റിയാസ് ഉടുമ്പന്നൂർ, അസീസ് KS, യൂസഫ് കാഞ്ഞാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നോട്ടിനെ പിൻവലിച്ചുകൊണ്ട് സർക്കാർ അടിയന്തരമായ ഒരു നിയമം പാസാക്കുകയും അതിനുശേഷം നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മോട് പറഞ്ഞു, 50 ദിവസം വരെ ക്ഷമിക്കൂ. നമ്മുടെ രാജ്യത്തിലെ കള്ളപ്പണത്തെ തടയുന്നതിന് വേണ്ടി, കള്ളനോട്ട് തടയുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ 50 ദിവസം വരെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി 50-ാം ദിവസം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു വാക്കും സംസാരിക്കാതെ അദ്ദേഹം ബജറ്റിന്റെ ചില പ്രഖ്യാപനങ്ങൾ മുൻപിൽ വയ്ക്കുകയാണ് ചെയ്തത്. രാജ്യത്തെ ജനങ്ങൾ അതിശക്തമായ കഴിഞ്ഞ നേരിടാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് മുമ്പോട്ട് പോയി പ്രധാനമന്ത്രിയിൽ നിന്നും ഈ നോട്ട് നിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വക വാക്കുകളും നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല. ഈ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ നിഷേധ സമരങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. റേഷൻ വിതരണം മുടക്കിയ കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടത്തിയ ധർണ
LDF കൺവീനർ KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക നേതാക്കൾ പ്രസംഗിച്ചു. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ പട്ടിണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പട്ടിണിക്കെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വരൂപിച്ചിരിക്കുന്ന കള്ളപ്പണത്തിനെതിരെയും അവരുടെ വകയും ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലെ വിഷമതകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുമ്മനം രാജശേഖരന്റെ പാർട്ടിക്കും രമേശ് ചെന്നിത്തലയുടെ പാർട്ടിമില്ല. അവർ കണ്ണീരൊഴുക്കി ചന്ദ്രടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നപ്പോൾ പിണറായിയുടെ ഗവൺമെന്റ് റേഷൻ നിരോധിച്ചു എന്നാണ് ചെന്നിത്തല പറയുന്നത്. മോഡി നോട്ട് നിരോധിച്ചു, ഇവിടെ നമ്മൾ റേഷൻ നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിൽ പുതിയതായി ആരംഭിച്ച ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഉദ്ഘാടനം നടന്നു. പരിപാടിയുടെ ഭാഗമായി LKG UKG വിഭാഗത്തിന്റെ കിഡ്സ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിലെ LP വിഭാഗം ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. ജൂനിയർ റെഡ് ക്രോസ് പ്രതിജ്ഞ സിജോ KV ചൊല്ലിക്കൊടുത്തു. JRC കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ജോർജ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂളിലെ JRC LP വിഭാഗം യൂണിറ്റിന്റെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി നിർവഹിച്ചു. LKG UKG വിഭാഗത്തിന്റെ കിഡ്സ് ഫെസ്റ്റ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കാജ്യാർ രാജനും ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ N ബിന്ദു, മോൻസി P മോഹനൻ, AK ബിനു, ഹിമ അന്ന തോമസ്, അനില രവീന്ദ്രൻ, അഭിലാഷ്, അരുൺകുമാർ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. JRC കേഡറ്റുകളായി 40ഓളം കുട്ടികളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങളായത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ UDF ആഭിമുഖ്യത്തിൽ ജനുവരി 18 നടക്കുന്ന രാജ്ഭവൻ മാർച്ചിൽ ഇടുക്കി ജില്ലയിൽ നിന്നും 1000 സഹകാരികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ മേഖലയിൽ നിന്ന് 400 സഹകാരികൾ മാർച്ചിൽ പങ്കെടുക്കും. ജില്ലാ ബാങ്ക് ഡയറക്ടർമാർ, പ്രൈമറി ബാങ്ക് ഡയറക്ടർമാർ, മിൽമ സംഘം ഡയറക്ടർമാർ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവരാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോൺ നെടിയവാല, പ്രൈമറി കോഓപ്പറേറ്റീവ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ദീപക്, ജില്ലാ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ K സുരേഷ് ബാബു, തോമസ് മാത്യു കക്കുഴി, കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ NI ബെന്നി എന്നിവർ പങ്കെടുത്തു. 1000ഓളം അംഗങ്ങളെ പങ്കെടുപ്പിക്കണം എന്നാണ് തീരുമാനം. അടിസ്ഥാനത്തിൽ രാവിലെ നമ്മുടെ തൊടുപുഴ മേഖലയിൽ നിന്ന് എന്റെ ഭാഗത്ത് നടന്നിരിക്കുന്നത് ഏതാണ്ട് 400 സഹകാരികളെ തീരുമാനിച്ചു. അതിൽ ജില്ലാ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, പ്രൈമറി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, മിൽമ സംഘങ്ങൾ, കാർഷിക വികസന ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ. ഈ സംഘങ്ങളിലൊക്കെ ജീവനക്കാർക്ക് സംഘടനകളുണ്ട്, അവരുടെ കുടുംബം. പക്ഷെ ബാങ്കിന്റെ പ്രവർത്തനം മുടങ്ങാതെ ഈ സമരത്തിൽ പങ്കെടുത്തു. പൊതുവായ പറയാം, 1000 പേര് ജില്ലാ ബാങ്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 1000 പേരും. ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും അറിയിച്ചു. പെരുമ്പിളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂൾ വിദ്യാർത്ഥികൾ ഇന്നത്തെ ഉച്ചഭക്ഷണം തികച്ചും വ്യത്യസ്തമായിരുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ പഴമക്കാർ കഴിച്ചുകൊണ്ടിരുന്ന എട്ടങ്ങാടി പുഴുക്കാണ് ഇന്ന് കുട്ടികൾ ഉച്ചഭക്ഷണത്തോടൊപ്പം കഴിച്ചത്. സ്കൂൾ PTയുടെ നേതൃത്വത്തിലാണ് എട്ടങ്ങാടി പുഴുക്ക് തയ്യാറാക്കിയത്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കേരളത്തിലെ സ്ത്രീകൾ നോയമ്പ് നോക്കിയ ശേഷം തയ്യാറാക്കിയിരുന്ന എട്ടങ്ങാടിപ്പുഴുക്ക് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും അനുഭവഭേദ്യമാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കൂൾ PTയുടെ നേതൃത്വത്തിൽ എട്ടങ്ങാടിപ്പുഴുക്ക് തയ്യാറാക്കിയത്. മണ്ണിനടിയിലുണ്ടാകുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ചേന, ചേമ്പ്, കാച്ചിൽ, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, കൂർക്ക, കപ്പ എന്നിവയോടൊപ്പം മുതിരയും വൻപയറും ചേർത്ത് പ്രത്യേക രീതിയിലാണ് പുഴുക്ക് തയ്യാറാക്കുന്നത്. ഇന്ന് ഇത് പാചകം ചെയ്യാൻ അറിയാവുന്നവർ വളരെ ചുരുക്കമാണ്. കേവലം ഒരു ദിവസത്തേക്ക് മാത്രമല്ല, മാറി വരുന്ന കാലാവസ്ഥകളിൽ ശരീരത്തിന് കൂടുതൽ പ്രതിരോധശേഷി നൽകുവാനും ഈ ഔഷധക്കൂട്ടിന് കഴിവുണ്ട്. ചൂടിനെ പ്രതിരോധിക്കുവാനും ശരീരത്തിന് കൂടുതൽ ഊർജം നൽകുന്നതിനും എട്ടങ്ങാടിപ്പുഴുക്കിന് കഴിയും.
പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതിയോടൊപ്പം ജീവിക്കുക, പ്രകൃതിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സ്കൂൾ ഗൈഡ് മാസ്റ്റർ ആന്റണി കണ്ടിലേക്ക് പറഞ്ഞു. കാച്ചിലും ചേമ്പും ചെറുകിഴങ്ങും ചേനയും കൂർക്കയും എല്ലാം അടങ്ങുന്ന 8 കിഴങ്ങ് വർഗ്ഗങ്ങളും അതോടൊപ്പം തന്നെ പ്രോട്ടീൻ സമ്പന്നമായ മുതിരയും പയറും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ വിഭവം വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങുന്നത് തീർച്ചയായും ചൂടിനെ പ്രതിരോധിക്കാനും ശരീരത്തിന് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നല്ല രീതിയിൽ ലഭ്യമാക്കാനും സഹായിക്കും. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതിയോടൊത്ത് ജീവിക്കുക, പ്രകൃതിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുക എന്നുള്ള വലിയ സന്ദേശമാണ് ഈ എട്ടങ്ങാടി പുഴുക്കിൻ്റെ വിതരണത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നു. എട്ടങ്ങാടി പുഴുക്കിനെ കുറിച്ച് സ്കൂൾ വിദ്യാർത്ഥികളും പ്രതികരിച്ചു. ഞങ്ങളുടെ ഉച്ചഭക്ഷണമായ എട്ടങ്ങാടി പുഴുക്കാണ് കഴിക്കാൻ പോകുന്നത്. അതിൽ 8 ഐറ്റം ഉള്ള ഒരു ഭക്ഷണമാണ്. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അത് നമ്മുടെ ശരീരത്തിന് വളരെ ഊർജം വരുത്തുന്ന ഒരു ഫുഡാണ്. അതെല്ലാവരും കഴിക്കണം. പിന്നെ ചേന, എല്ലാ മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഈ എട്ടങ്ങാടി പുഴുക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കേരളത്തിന്റെ ഈ നാടൻ ഭക്ഷണത്തെക്കുറിച്ച് ഓസ്ട്രേലിയൻ ചിത്രാധ്യാപികയായ ലോണ്ട്രെ ഇങ്ങനെ പ്രതികരിച്ചു. Fine, great. I enjoy Indian food. It's really very tasty. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് കളപ്പുരയ്ക്കൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ OP സിജു, ബെന്നി ചെറിയാൻ, ഭീമ അനസ്, റിട്ടയർ MM മാത്യു, PTA പ്രസിഡന്റ് NM ഷഫറുദ്ദീൻ, MBTA പ്രസിഡന്റ് ഉഷ സോമൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫാദർ ടോം ഉഴിഞ്ഞാലിന്റെ മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന ഒപ്പുശേഖരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് വെള്ളിയാമറ്റം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒപ്പുശേഖരണം നടത്തി. ഇളദേശത്ത് വെച്ച് നടത്തിയ ഒപ്പുശേഖരണം കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് AM ദേശീയ അടപ്പൂർ ഉദ്ഘാടനം ചെയ്തു. DCC മെമ്പർ ജോപി സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. KP ഫ്രാൻസിസ്, ലളിതമ്മ വിശ്വനാഥൻ, KM ജോസ്, PM മാണി, മുജീബുർ റഹ്മാൻ, മോഹൻ വെട്ടുകലർ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യങ്ങളുടെയും ഒക്കെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര ശുഷ്കാന്തിയോടെയാണ് ആ ഗവൺമെൻറ്റുകൾ ഇടപെടുന്നതും ആ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി. നമ്മുടെ രാജ്യത്തുനിന്ന് ഒരു പൗരനെ മറ്റൊരു രാജ്യത്ത് തടങ്കലിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ആ വ്യക്തിയുടെ കാര്യമല്ല, ആ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി കാണുകയും ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെടുകയും ആ ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി ആ ഗവൺമെൻറ്റുകളുടെ നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ചൊക്കെ നിരന്തരം സംസാരിക്കുന്ന ഗവൺമെൻറ് ഇത്തരത്തിലൊരു നമ്മുടെ രാജ്യത്തു നിന്ന് ഒരു പൗരൻ അന്യരാജ്യത്ത് തടങ്കൽ വെക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇടപെട്ടില്ല എന്ന അതീവ ദുഃഖകരമായ സാഹചര്യം നിലനിൽക്കുന്നു. നമ്മുടെ പാർട്ടി കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ആഭിമുഖ്യത്തിൽ ജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് പ്രതിഷേധ സൂചകമായി ഫാദർ ടോം ഉഴിഞ്ഞാലിൻ്റെ മോചനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 ജില്ലാ കമ്മിറ്റികളും ജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് വരുന്ന ഞായറാഴ്ച 10 മണിയോടുകൂടി ടോം ഉഴിഞ്ഞാലിൻ്റെ വീട്ടിൽ വെച്ച് നമ്മൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് നമ്മുടെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമാരുടെ ഒപ്പ് കൈമാറുകയാണ്. അത് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയാണ്. നമ്മളാൽ കഴിയുമെണ്ണം നമ്മൾ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി പാർട്ടി സ്വീകരിച്ച ഈ നടപടിയോട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമുള്ള വിനീതമായ അഭ്യർത്ഥന. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന ട്രെയിനിംഗ് പ്രോഗ്രാം തൊടുപുഴ അർബൻ ഹാളിൽ നടന്നു. ഡിവിഷൻ പ്രസിഡന്റ് ജോസഫ് BJ അധ്യക്ഷത വഹിച്ചു. കോട്ടയം LIC സീനിയർ ഡിവിഷൻ മാനേജർ ഉതുപ്പ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ രക്ഷാധികാരി ജെയിംസ് KC മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ പ്രസിഡന്റ് PN രാജീവ്, ദേശീയ വൈസ് പ്രസിഡന്റ് ജോർജ് മാമൻ, ചാരിറ്റബിൾ ട്രസ്റ്റ് ഡിവിഷൻ ട്രസ്റ്റി B തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ ട്രെയിനർ സുരേഷ് ബാബു കണ്ണൂർ ക്ലാസുകൾ നയിച്ചു. സാധാരണഗതിയിൽ ഒത്തിരി പരിശീലന കളരികൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യാറുണ്ട് ഡിവിഷണൽ ലെവലിൽ തന്നെ. കാരണം കാര്യങ്ങൾ അറിയുന്നുവെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും അതുപോലെ തന്നെ കോട്ടയം ഡിവിഷനിലും അത് വ്യക്തമായിട്ടുള്ളത് കൊണ്ട് കുറേ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളെല്ലാവരും നമ്മുടെ കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൽ പല അവസരങ്ങളിൽ
പല പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവരാണ്. പക്ഷെ ഒരു ഏജൻസ് യൂണിയൻ, പ്രത്യേകിച്ചും ഏജൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഈ യൂണിയൻ ഈ രീതിയിലുള്ള ഒരു സംരംഭത്തിന് എടുക്കുന്ന ഈ കാര്യത്തിന് തീർച്ചയായിട്ടും ശ്ലാഘിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ബിസിനസ്. ലോകത്ത് ഒരുപക്ഷെ പല രീതിയിലുള്ള സംരംഭങ്ങൾ നടക്കുന്നുണ്ട്, പല രീതിയിലുള്ള ബിസിനസ് നടക്കുന്നുണ്ട്, പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിപണന രീതികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പദ്ധതി കാണാൻ കഴിയില്ല, നമ്മുടെ പദ്ധതിയുടെ അനുഭവം ഒരുപക്ഷെ അത് സ്വീകരിക്കുന്ന ആളിന് ലഭ്യമാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ അവകാശികൾക്കാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പദ്ധതിയെപ്പറ്റി വ്യക്തമായൊരു ബോധ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കക്ഷിക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പോളിസി എടുക്കാം, പോളിസി എടുക്കാതിരിക്കാം. ഇടുക്കി മെഡിക്കൽ കോളേജിനെതിരെ വ്യാജപ്രചരണം നടത്തുന്ന മലയാള ദിനപത്രത്തിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് CPM ഇടുക്കി ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മാതൃഭൂമി ദിനപത്രത്തിന്റെയും പ്രാദേശിക ലേഖകന്റെയും വാർത്തകൾ പ്രതിഷേധാർഹമാണ് എന്ന് CPM ഇടുക്കി ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാദമിക് ബ്ലോക്കിൻ്റെയും ഹോസ്പിറ്റൽ ബ്ലോക്കിൻ്റെയും നിർമ്മാണം വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥലം ഹോസ്പിറ്റൽ ചെയ്യുന്നതിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നത്. ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം നടത്തുന്ന അതിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ഭീമമായ തുക ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ അവിടെ പണിയാൻ പറ്റുന്ന ഒരു പരിസ്ഥിതി സാഹചര്യമില്ല എന്ന് മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകൻ പറഞ്ഞതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി മെഡിക്കൽ കോളേജിന്റെ നിയുക്ത സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് മെഡിക്കൽ കോളേജിന്റെ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം സമയബന്ധിതമായി നടക്കുകയാണ് എന്നും ഭാരവാഹികൾ പറഞ്ഞു. 2018 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ബാച്ച് തുടങ്ങുന്ന വിധത്തിലാണ് ആശുപത്രി കെട്ടിട നിർമ്മാണം നടക്കുന്നത്. അക്കാദമിക് ബ്ലോക്ക് അടുത്ത മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പും ആശുപത്രി ബ്ലോക്ക് നവംബർ 15 മുമ്പും പൂർത്തിയാക്കുവാനാണ് കെട്ടിട നിർമ്മാണത്തിന്റെ ചുമതലയുള്ള കിക്കോയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് മാതൃഭൂമി ദിനപത്രം അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് സർക്കാരിന്റെ മുഖച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്നത് എന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ CPIM ഇടുക്കി ലോക്കൽ സെക്രട്ടറി MB ബേബി, KG സത്യൻ, PP സബീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ത്രിദിന പാലിയേറ്റീവ് റെസിഡൻഷ്യൽ പരിശീലനത്തിന് തുടക്കമായി. ആരോഗ്യ കേരളം പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ജില്ലാതല പരിശീലനത്തിന്റെ ഉദ്ഘാടനം മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിൽസൺ ജോൺ നിർവഹിച്ചു. നമ്മളൊക്കെ ഈ പാലിയേറ്റീവ് കെയർ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ്. നമ്മളൊരു കെയറിംഗ് പേഴ്സണാലിറ്റിയായി മാറേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരെ പരിഗണിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പല കാര്യങ്ങളും ജീവിതം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും കോളേജിൽ പഠിക്കുന്നവരാണ്. കോളേജിൽ പഠിക്കുന്നവർ, ഞാനും കോളേജിൽ പഠിച്ച സ്റ്റുഡൻ്റാണ് പണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇതുകൊണ്ട് എന്ത് കിട്ടും എന്നുള്ളതാണ്. അതെ, ഒരു ഡിഗ്രി കിട്ടി, അതിനുശേഷം ജോലി കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൻറ്റ് ജോസഫ് കോളേജ് അല്ലെങ്കിൽ വേറെ ഏത് കോളേജിൽ നിന്ന് വന്നേക്കണേ, ന്യൂമാൻ കോളേജ്. നിങ്ങൾ ന്യൂമാൻ കോളേജിൽ ചേരാൻ കാരണം ഈ കോളേജിൽ ചേർന്നാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. നമുക്ക് ഡിഗ്രി കിട്ടണം, മാർക്ക് കിട്ടണം, അത് കഴിഞ്ഞ് കരിയറിൽ ജോലി കിട്ടണം, എല്ലാ സ്ഥലത്തും എന്ത് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ കെയറിംഗ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ളതിനപ്പുറത്ത് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കൊടുക്കുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. നാം സ്വീകരിക്കുന്ന വ്യക്തികളായിട്ട് വരുന്നു, കൊടുക്കുന്ന ആ വ്യക്തികളായിട്ട് ഇവിടെ നിന്ന് പോകേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരാൽ എടുത്തുകൊണ്ട് നടക്കേണ്ടവരായിട്ട് ലോകത്തിലേക്ക് വരുന്നു, മറ്റുള്ളവരെ എടുത്തുകൊണ്ട് നടക്കുന്നവരായിട്ട് ലോകത്തിൽ നിന്ന് പോകേണ്ടിയിരിക്കും. അല്ലെങ്കിൽ പണ്ടൊരാൾ പറഞ്ഞതുപോലെ
ശ്വാസം വലിച്ചുകൊണ്ടാണ് ലോകത്തിലേക്ക് വരുന്നതെങ്കിൽ ആ വലിച്ച ശ്വാസം വിട്ടുകൊണ്ട് ലോകത്തിൽ നിന്ന് പോകേണ്ടിയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറണം. അവിടെയാണ് ജീവിതത്തിൻ്റെ വില എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വിത്ത്, പയറിൻ്റെ വിത്ത് എപ്പോൾ പക്വത പ്രാപിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പയറിൻ്റെ പുറന്തോട് പൊളിച്ച് പുറത്തേക്ക് പോകുമ്പോഴാണ് അത് പക്വത പ്രാപിക്കുന്നത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോഴ്സ് കോർഡിനേറ്റർ പി കെ ഉഷാകുമാരി, പാലിയേറ്റീവ് കോർഡിനേറ്റർമാരായ പ്രിൻസ് ജെ മാത്യു, മിഥുൻ മനോഹർ, ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ സി വർഗീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. 15-ന് ഞായറാഴ്ച പരിശീലന പരിപാടികൾ സമാപിക്കും. സ്വാമി വിവേകാനന്ദന്റെ 154-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ ദീപാർച്ചനയും സാംസ്കാരിക കൂട്ടായ്മയും നടത്തി. തൊടുപുഴ വിവേകാനന്ദ കൾച്ചറൽ സെന്ററിന്റെയും വിവിധ യുവജന സാംസ്കാരിക സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ പാർക്കിന് മുമ്പിലായിരുന്നു സമ്മേളനം. വിവേകാനന്ദ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ശ്രീ ആന്റണി കൻഡ്രിക്ക് ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടുള്ള ആ പ്രഘോഷണങ്ങൾ ഇന്ന് യുവജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം നമ്മൾ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ 154-ാം ജന്മദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം അസ്വസ്ഥതയുടെ നാളുകളും അസ്വസ്ഥതയുടെ ചിന്തകളും പരസ്പര വ്യക്തിവൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും കനലുകളെരിയുന്ന മനുഷ്യ മനസ്സുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ ലോകത്ത് അവിടെ ഒരു പ്രകാശത്തിന്റെ ദീപ്തമായ ഒരു പ്രകാശത്തിന്റെ സാന്നിധ്യമാണ് വിവേകാനന്ദന്റെ പ്രഘോഷണങ്ങളുടെ ലോകം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എന്ന് നമുക്കറിയില്ല, മറ്റ് ലോകരാജ്യങ്ങളെല്ലാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴും ഇവിടെ നമ്മുടെ രാജ്യത്ത് അതിനനുസരിച്ചുള്ള പ്രാധാന്യം അതിന് കൈവന്നോ എന്ന് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യുവജനങ്ങളുടെ കർമ്മധീരമായ മണ്ഡലത്തിൽ അവർ പൊരുതി നേടേണ്ട അവകാശങ്ങളെക്കുറിച്ചും അവർ പൊരുതി നേടേണ്ട ആത്മീയ പ്രകാശത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ച വിവേകാനന്ദൻ ജീവിച്ച നാട്ടിൽ അതെല്ലാം കൈമോശം വന്ന ഒരു യുവജനത മദ്യത്തിലോ മയക്കുമരുന്നിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടുകൊണ്ട് മനുഷ്യ സമാധാനത്തിന്റെ വെളിച്ചം കാണാമെന്നുള്ള നടക്കാത്ത ഒരു വലിയ കെടുതിയിലാണ് ഇന്ന് അവർ പെട്ടിരിക്കുന്നത്. മൺചിരാതുകൾ ദീപങ്ങൾ തെളിയിക്കുകയും സ്വാമിയുടെ ദർശനങ്ങളെ സ്മരിക്കുകയും ചെയ്തു. രാജേന്ദ്രൻ പോത്തനാശ്ശേരിയിൽ, വി കെ ബിജു, സുകുമാർ അരിക്കുഴ, മഞ്ജുഹാസൻ, അഖിൽ ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുമാരമംഗലം വള്ളിയാനിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും പണം അപഹരിച്ച കേസിൽ ദേവസ്വം സെക്യൂരിറ്റിയെ തൊടുപുഴ പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. തൊടുപുഴ CI NG ശ്രീമോഹന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. കൊട്ടാരക്കര ചേന്നാട്ട് കുരിയില്ലത്ത് വീട്ടിൽ കമൽരാജാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 6-നാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും പണം കവർന്നത്. ക്ഷേത്രത്തിലെ എടുത്തുമാറ്റാൻ കഴിയുന്ന 6 ഭണ്ഡാരക്കുറ്റികളിൽ നിന്നായി 20,000 രൂപ നഷ്ടപ്പെട്ടെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കമൽരാജ് 9,000 രൂപ കറന്നതായാണ് തൊടുപുഴ പോലീസിന്റെ കണ്ടെത്തൽ. ഇതിൽ 4,000 രൂപ തൊടുപുഴയിലെ ഒരു കോഴിക്കടയിൽ ചില്ലറ മാറുന്നതായി നൽകിയിരുന്നു. ഈ പണം പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: തിങ്കളാഴ്ച രാത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ കമൽരാജ് ഭണ്ഡാരക്കുറ്റി താക്കോലിട്ട് തുറന്ന ശേഷം പണമെടുത്തു. ഇതിനുശേഷം വീണ്ടും ഭണ്ഡാരക്കുറ്റി പൂട്ടി. 3 മാസം മുൻപ് കമൽരാജിനെ മറ്റൊരു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിയായി നിയമിച്ചിരുന്നു. സെക്യൂരിറ്റിയായി ആദ്യ നിയമനം ലഭിച്ചത് വള്ളിയാനിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു. ഇതിനിടെയാണ് മാറ്റമുണ്ടായത്. വീണ്ടും സ്പെഷ്യൽ റിക്വസ്റ്റ് അയച്ച ശേഷം പ്രതി വീണ്ടും സ്ഥലത്തെത്തി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന പണം ചിലപ്പോൾ വഴിയിൽ വീഴും. ഇങ്ങനെ ലഭിക്കുന്ന പണം പ്രതി തട്ടിയെടുത്തതായും പോലീസ് പറഞ്ഞു. എന്നാൽ പ്രതിയുടെ പേരിൽ മറ്റ് കേസുകളൊന്നും നിലവിലില്ല. കേസ് അന്വേഷണത്തിനായി പ്രത്യേക പോലീസ് സംഘത്തിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പ്രതിയെ വ്യാഴാഴ്ച രാത്രി അടൂരിൽ നിന്നാണ് പിടികൂടിയത്. സംഭവവുമായി മറ്റു ചിലർക്ക് ബന്ധമുള്ളതായി തൊടുപുഴ പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവരെക്കുറിച്ച് വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതിയെ വ്യാഴാഴ്ച വൈകുന്നേരം 5:30 മോഷണം നടന്ന ക്ഷേത്രത്തിൽ വെച്ച് തെളിവെടുപ്പ് നടത്തി. തൊടുപുഴ CI NG ശ്രീമോൻ, പ്രിൻസിപ്പൽ SI ജോമിൻ ആന്റണി, SIമാരായ സാജൻ TR രാജൻ, ജോണി അഗസ്റ്റിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ, ജിമ്മി, ബിനോയ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ 18ാമത് വാർഷികാഘോഷങ്ങൾ നടന്നു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോസ് കരിവേലിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 18ാമത് വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ വാർഷികം പ്രത്യേകമായിട്ടായിരുന്നു നടത്തിയത്. വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും വിവിധ കലാമത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും നൽകി. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോസ് കരിവേലിക്കൽ സ്കൂളിന്റെ 18ാമത് വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസ് പുതിയാപറമ്പിൽ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റൂസിനിഫ് CC, ഹെഡ്മാസ്റ്റർ PJ ജോസഫ്,
PTA പ്രസിഡന്റ് ജിൻസൺ വർക്കി, MBTA പ്രസിഡന്റ് റെജി സിബി, സ്റ്റാഫ് സെക്രട്ടറി മനോജ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു. ഇടുക്കി കളക്ടറേറ്റ് ജംഗ്ഷനിൽ ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രം ഒരുങ്ങി. റോഷി അഗസ്റ്റിൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്രം പണിതത്. പരിമിതമായ സൗകര്യങ്ങളാൽ വീർപ്പുമുട്ടിയിരുന്ന കുയിലിമലയിലാണ് ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രം പണി പൂർത്തീകരിച്ചത്. കളക്ടറിലെത്തുന്ന നൂറുകണക്കിന് ജീവനക്കാർക്കും ആയിരക്കണക്കിന് പൊതുജനങ്ങൾക്കും വാഹനം കാത്തു നിൽക്കുന്നതിന് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ തന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുവാൻ അനുമതി നൽകിയത്. വർഷകാലത്ത് ബസ്സുകൾ കേന്ദ്രത്തിനുള്ളിലേക്ക് കയറ്റി നിർത്തുക വഴി യാത്രക്കാർക്ക് മഴ നനയാതെ കയറുന്നതിനും ഇറങ്ങുന്നതിനും കഴിയുന്ന തരത്തിൽ ഉയർന്ന മേൽക്കൂരയോടുകൂടി ഹൈടെക് സൗകര്യത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2014-15 വർഷത്തെ പ്രത്യേക ഫണ്ടാണ് ഇതിനായി വിനിയോഗിച്ചത്. 15 ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും 12 ലക്ഷം രൂപയ്ക്ക് സംസ്ഥാന നിർമ്മിതി കേന്ദ്രം പണി പൂർത്തീകരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ഉടൻ നടത്തും. ബിജു വൈശൻപറമ്പിൽ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സാംസ്കാരിക പ്രവർത്തകൻ TJ ജോണിനെ ആക്ഷേപിച്ച കട്ടപ്പന ഭൂമി പതിപ്പ് തഹസിൽദാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പുരോഗമന കലാസാഹിത്യ സംഘം കട്ടപ്പന ഏരിയ പ്രസിഡന്റും കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനുമായ TJ ജോണിനെ ആക്ഷേപിച്ച കട്ടപ്പന ഭൂപതിവ് തഹസിൽദാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘവും സാംസ്കാരിക പ്രവർത്തകരും കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കലാസാഹിത്യ സംഘത്തിൻ്റെ ഏരിയ പ്രസിഡന്റും കട്ടപ്പന ഗ്രാമപഞ്ചായത്തെ മുൻ വൈസ് പ്രസിഡന്റും പുകാസാര ഇടുക്കി ജില്ലാ കമ്മിറ്റി മെമ്പറുമായ TJ ജോണിനെതിരെ കഴിഞ്ഞ 6-ാം തീയതി കട്ടപ്പന LA ഓഫീസിലെ സ്പെഷ്യൽ തഹസീൽദാർ അപമര്യാദയായി പെരുമാറിയതിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെയും കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെയും പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇടയായിട്ടുള്ളത്. വർഗ വ്യത്യാസങ്ങളാൽ ജനങ്ങളെ അകറ്റി നിർത്തുന്ന പഴയ ജാതി ജന്മി തമ്പ്രാക്കന്മാരെ പോലും തോൽപ്പിക്കും വിധമാണ് TJ ജോണിനോട് തഹസിൽദാർ പെരുമാറിയതെന്നും പ്രവർത്തകർ പറഞ്ഞു. സ്വയം പരിചയപ്പെടുത്തി തഹസിൽദാർക്ക് മുമ്പിലുള്ള കസേരയിലിരുന്ന ജോണിനെ ആക്ഷേപിക്കുകയും കസേരയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ചെയ്തുവെന്നും ഓഫീസിലെത്തുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന സർക്കാർ നിർദ്ദേശത്തെ വെല്ലുവിളിച്ചായിരുന്നു ഈ ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റമെന്നും പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് കാഞ്ചിയാർ രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KR രാമചന്ദ്രൻ, മൂബിൻ മോഹനൻ, സണ്ണി പാറക്കണ്ടം, NV ചക്രപാണി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂൾ കുട്ടികൾക്ക് രാട് പദ്ധതിക്ക് തുടക്കമായി. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ഉദ്ഘാടനം ചെയ്തു. നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് കുട്ടിക്കൊരാട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ നേതൃത്വത്തിലാണ് ആടുകളെ വാങ്ങുന്നതിനുള്ള തുക കണ്ടെത്തിയത്. വളർത്തുമൃഗങ്ങളോട് സ്നേഹവും താല്പര്യവും കുട്ടികളിലുണ്ടാക്കുക, സ്വാശ്രയബോധം വളർത്തുക, ജൈവ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം വീടുകളിലുണ്ടാക്കുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ആടിനുണ്ടാകുന്ന കുട്ടി മറ്റു കുട്ടികൾക്ക് നൽകി പദ്ധതി തുടർന്നു കൊണ്ടുപോകുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്കൂളിൽ നടന്ന പരിപാടിയിൽ ജൂനിയർ റെഡ് ക്രോസ് ചെയർമാൻ നിഖിൽ സജി അധ്യക്ഷനായിരുന്നു. കുട്ടിക്കൊരാട് പദ്ധതി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ, JRC വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ജോർജ് ജേക്കബ്, N ബിന്ദു, അരുൺകുമാർ ദാസ്, കാഞ്ചിയാർ രാജൻ, മോൻസി P മോഹനൻ തുടങ്ങിയവരും പരിപാടിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. അറക്കുളം പോസ്റ്റ് ഓഫീസിൽ വന്നു കിടക്കുന്ന കത്തുകൾ കെട്ടിക്കിടക്കുകയാണെന്നും കത്ത് വിതരണത്തിൽ അപാകതകളുണ്ടെന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തപാൽ യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. വിതരണത്തിന് വന്ന കത്തുകളൊന്നും തന്നെ അറക്കുളം പോസ്റ്റ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കൾ യാതൊരുവിധ പരാതികളും ഇല്ലാത്ത സാഹചര്യത്തിൽ ചില തൽപരകക്ഷികളാണ് വ്യാജമായ ആരോപണങ്ങൾ സമർപ്പിക്കുന്നത്. അറക്കുളം പോസ്റ്റ് ഓഫീസ് കൂടുതൽ സൗകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് തപാൽ വകുപ്പിന്റെ ശ്രമങ്ങളെ അട്ടിമറിക്കാനാണ് തൽപരകക്ഷികൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് യൂണിയൻ നേതാക്കളായ TD ജോസ്, രാമചന്ദ്രൻ, MS വിഷ്ണു, G സരുളിവേൽ, G മനോഹരൻ, നിക്സൺ ജോൺ, ജോർജ് തോമസ്, KM വർഗീസ് തുടങ്ങിയവർ അറിയിച്ചു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിജയകരമായി പുൻസിൽ പ്രദേശത്ത് നടപ്പിലാക്കുന്നതിന് മുനിസിപ്പൽ തല വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിക്കുന്നതിന് 18 വൈകുന്നേരം 4 തൊടുപുഴ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേരുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. അധ്യാപക സംഘടനാ പ്രതിനിധികൾ,
വിദ്യാഭ്യാസ പ്രവർത്തകർ, സ്കൂൾ PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പന്നിമറ്റം പള്ളിയിൽ ഇടവക തിരുനാൾ ജനുവരി 14 മുതൽ 24 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോൺ കടവൻ അറിയിച്ചു. ശനിയാഴ്ച ഏകദിന കൺവെൻഷൻ നടക്കും. രാവിലെ 9:30 വിശുദ്ധ കുർബാന, തുടർന്ന് ഫാദർ വിൻസെന്റ് മൂങ്ങാമാക്കൽ വചനപ്രഘോഷണം നടത്തും. ജനുവരി 20 വൈകുന്നേരം 5 കൊടിയേറ്റ്, തുടർന്ന് കോതമംഗലം രൂപതയുടെ നവവൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കും. ജനുവരി 21, 22 തീയതികളിലാണ് പ്രധാന തിരുനാൾ. വിനോദ വാർത്തകൾ. സ്ത്രീകളുടെ കൂട്ടായ്മ സീരിയൽ ഒരുങ്ങുന്നു. അമൃത ടെലിവിഷന് വേണ്ടി ഒരുക്കുന്ന പഞ്ചാഗ്നി എന്ന സീരിയലിൽ അണിയറ പ്രവർത്തകർ മുഴുവൻ വനിതകളാണ്. വിജയലക്ഷ്മി അമ്മ നിർമ്മിക്കുന്ന ഈ സീരിയലിന്റെ സംവിധായിക വൈജയന്തിയാണ്. കൂടാതെ ക്യാമറ, മേക്കപ്പ്, കോസ്റ്റ്യൂം, കല, മ്യൂസിക് എന്നിവയെല്ലാം സ്ത്രീകൾ തന്നെയാണ് നിർവഹിക്കുന്നത്. കോലാനി മാക്കൽ സന്തോഷ് കുമാറിന്റെ വീട്ടിൽ പഞ്ചാഗ്നിയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സ്ത്രീകൾ മാത്രം ചേർന്നിട്ടുള്ള ഒരു മെയിൻ ടെക്നീഷ്യന്മാരെല്ലാം സ്ത്രീകളായിട്ട് ചേർന്നിട്ടുള്ള ഒരു സീരിയൽ ഇപ്പം തുടങ്ങിയിരിക്കുകയാണ്. പഞ്ചാഗ്നി എന്നാണ് സീരിയലിൻ്റെ പേര്. ജേക്കബ്സ് പ്രൊഡക്ഷൻസിന് വേണ്ടി വിജയലക്ഷ്മി അമ്മ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ സംവിധാനം ചെയ്യുന്നു. പിന്നെ ആർട്ടിലാണെങ്കിലും ക്യാമറയിലും മേക്കപ്പിലും കോസ്റ്റ്യൂമിലും എല്ലാം തന്നെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. അമൃത ടിവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ്. എല്ലാവരും ഞങ്ങളുടെ ഈ ഇത് കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ആർട്ടിലാണെങ്കിൽ ആലീസ്, മേക്കപ്പിൽ നിഷ, കോസ്റ്റ്യൂമിൽ സുൽത്താന, അങ്ങനെ മ്യൂസിക്കിലാണെങ്കിലും ഞങ്ങൾ പുതിയൊരാളെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൻ ടെക്നീഷ്യന്മാരെല്ലാം തന്നെ മിക്കതും സ്ത്രീകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. പഞ്ചാഗ്നി എന്നാണ് സീരിയലിൻ്റെ പേര്. ഇത് സ്റ്റോറി ആണെങ്കിലും നമ്മൾ ഇപ്പോൾ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്ത്രീ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ ജോലിക്ക് പോകുമ്പോൾ, ഒരു വീട്ടമ്മ ജോലിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് വീട്ടിൽ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളും ജോലി സ്ഥലത്ത് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളും അവരുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഞങ്ങൾ ഇതിൽ കണക്കുന്നത്. മറ്റ് സീരിയലുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്റ്റോറി ആയിരിക്കും ഇതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി നാട്ടിലെ കർഷകൻ. സമ്മിശ്ര കൃഷിയിൽ മികവ് തെളിയിച്ച് പന്നൂർ പൊങ്ങാലിക്കുന്നിൽ വിശ്വനാഥൻ നായർ. ഏത്തവാഴയും ചേമ്പും ചേനയും പടവലവും പാവലും കോവലും ചീരയും വഴുതനയും ചീനിയും തുടങ്ങി നെൽകൃഷിയും സമ്മിശ്രമായി കൃഷി ചെയ്ത് 100 മേനി വിളിച്ചിരിക്കുകയാണ് വിശ്വനാഥൻ നായർ. പാട്ടത്തിനെടുത്ത 1.5 ഏക്കർ സ്ഥലത്ത് പരമാവധി കൃഷിയിറക്കി ലാഭം കൊയ്യുകയാണ് ഈ കർഷകൻ. ഞാൻ ഒരു പച്ചക്കറി കൃഷിക്കാരനാണ്. ഇവിടെ വാഴ, പടവലം, പയറ്, കോവല് എല്ലാ കൂട്ടവും കൃഷി ചെയ്യുന്നുണ്ട്. കണ്ടത്തിലെ കാന വെറുതെ വേസ്റ്റായിട്ട് 1 മീറ്റർ വീതിയിൽ കാനകൾ കിടക്കുന്നത് കണ്ടത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിച്ചപ്പോൾ തോന്നിയൊരു ഐഡിയയാണിത്. അതിനകത്ത് വിത്ത് വിതച്ചു, നെല്ല് നല്ല രീതിയിൽ വളർന്നു. അതിന് വളമിടേണ്ട ആവശ്യമില്ല. നമ്മൾ പറമ്പിലിട്ട ജൈവവളങ്ങൾ, കോഴികളും എല്ലുപൊടിയുടെയും എല്ലാം ഒലിച്ചിറങ്ങി കാനേ കിടപ്പുണ്ട്. നെല്ല് കതിര് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു നല്ല ആദായം പ്രതീക്ഷിക്കുന്നു. ഏകദേശം 1 ഏക്കർ സ്ഥലത്തെ കാനയിൽ, 1.5 ഏക്കറുള്ള സ്ഥലത്ത് കാനയിൽ ഇങ്ങനെ വിത്ത് വിതച്ചിട്ടുണ്ട്. ഇത് പൊക്കം കൂടിയ വിത്താണ്. തൃശ്ശൂർ ചെമ്പ എന്നാണ് പറയുന്നത്. പണ്ട് ചുവന്നിട്ടി എന്ന് പറയും. അതാണ് വിതച്ചിരിക്കുന്നത്. ഈ വിത്തിന് നെല്ലിന് 120 ദിവസത്തെ മൂപ്പാണുള്ളത്. 4 മാസം മുമ്പ് വിതച്ചു. ഇത് അടുത്ത ആഴ്ച വിളവെടുക്കാറായിട്ടുണ്ട്. ഈ 2 ഏക്കറോളം സ്ഥലം ഞാൻ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് പാവലുണ്ട്, അല്ലെങ്കിൽ ഇടവഴി കുക്കുംബർ, ചീര, മുളക്, വഴുതന, ചേന, ചേമ്പ് ഇതെല്ലാം നടുന്ന കൂടെ ഈ കാനയിലെ സ്ഥലവും കൂടെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിച്ചാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായത്. ചരമ വാർത്തകൾ. മറാല അരികുപുറത്ത് തോപ്പിൽ അന്നമ്മ വർഗീസ് നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച വൈകുന്നേരം 4:30 തൊടുപുഴ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ. വെങ്ങല്ലൂർ ഇളംകുളം ഏലിയാമ്മ ഉലകന്നാൻ നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച വൈകുന്നേരം 4 തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബ സുറിയാനി പള്ളിയിൽ. മക്കൾ ലീലാമ്മ, മരുമകൻ വർഗീസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2710 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 146 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 140 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ നടക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സ്കൂൾ കലോത്സവം കേന്ദ്ര മാനവശേഷി വിഭവ വകുപ്പ് മന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CIT നേതൃത്വത്തിൽ വഴിയോര കച്ചവടക്കാർ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
റേഷൻ വിതരണം മുടക്കിയ കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് LDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. ജില്ലാ കൺവീനർ KK ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സഹകാരികൾ ജനുവരി 18 നടത്തുന്ന രാജ്ഭവൻ മാർച്ചിൽ ജില്ലയിൽ നിന്നും 1000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വെള്ളിയാമറ്റത്ത് ഒപ്പുശേഖരണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് AM ദേവസ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.